അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാലും നമ്മളത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഇന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആ ക്ലോക്ക് കൂടി അവിടെ ഘടിപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള ക്ലോക്ക് കിട്ടാൻ കുറേ കാലതാമം, പലതും നമ്മൾ കണ്ടു നോക്കി, അതൊന്നും അതിന് ചേരുന്നില്ല. അപ്പോൾ ക്ലോക്ക് ടവറിന് പറ്റിയൊരു ക്ലോക്ക് ഷാഹിദ് മാഷ് പറഞ്ഞതുപോലെ പുറമേ നിന്ന് വരേണ്ടതാണ്. അത് ഇന്ന് വന്നില്ല, നാളെയോ മറ്റന്നാളോ ആയിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഫിറ്റ് ചെയ്താൽ പിന്നെ വേറെ കാര്യങ്ങൾ അവിടെ ഇല്ല, അത് കൊണ്ടുവരാം. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആരോ ഒരു പഴയ ക്ലോക്ക് ഇന്നലെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നോക്കി, അതാരോ ഫോട്ടോ എടുത്തിട്ട് ഏതാണ് ക്ലോക്ക് ടവർ എന്നും പറഞ്ഞിട്ട് ട്രോൾ ഇട്ടു എന്ന് പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള ട്രോൾ ഒരു ആഘോഷമാണ്. അപ്പോൾ അത് സാരമില്ല, യഥാർത്ഥ ക്ലോക്ക് അവിടെ വരുമ്പം അത് മാഞ്ഞു പോയിക്കോളും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നേ പറയാനുള്ളൂ. ക്ലോക്ക് നോയിഡയിൽ നിന്നാണ് വരേണ്ടത്. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടുവരുന്ന തടസ്സം നേരിട്ടപ്പോൾ നാളെ മാത്രമേ ആ ക്ലോക്ക് എത്തുകയുള്ളൂ. അപ്പം നാളെ ആ ക്ലോക്ക് സ്ഥാപിക്കും. ടീച്ചർ കാര്യം ഇവിടെ പറയും. ഏതായാലും നാളെയോടുകൂടി ക്ലോക്ക് ടവറിന്റെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നു. ഈ രീതിയിൽ 2 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത്. നഗരസഭയുടെ പൊതുവികസനത്തോടൊപ്പം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണവും നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. എൻ്റെ നാട്ടുകാരെ ചൊല്ലി എനിക്ക് അഭിമാനമുണ്ട്. ഏത് ഒരു കാര്യത്തിനും നല്ല സഹകരണം കിട്ടുന്ന ഒരിടമാണ് മട്ടന്നൂർ. അനാവശ്യമായിട്ടുള്ള ബഹളമോ കുറ്റം പറച്ചിലോ ഇല്ലാതെ നമ്മൾ ഒത്തുചേർന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ നാട്ടുകാരി എന്നുള്ള നിലയിലുള്ള, മുൻപ് ഞാൻ മത്സരിച്ചതെല്ലാം വെളിയിലുള്ള മണ്ഡലങ്ങളിലായിരുന്നു എന്നുള്ളതാണ്. താമസിക്കുന്ന സ്ഥലത്ത് ആദ്യമായി നേരത്തെ പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു മട്ടന്നൂർ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കിഫ്ബിയൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ മട്ടന്നൂരും പരിസരത്തും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും, നഗരസഭയുടെ മുഴുവൻ കൗൺസിലർമാരും, ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും, കച്ചവടക്കാരും, ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും എല്ലാം ഇതിൻ്റെ കൂടെയുണ്ട്. അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമ്മുടെ യുദ്ധവിരുദ്ധ സ്മാരകമായിട്ടുള്ള ഓപ്പൺ സ്റ്റേജിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു.